നോർക്ക സംഘടിപ്പിച്ച വ്യവസായി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. താനടക്കമുള്ളവർ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്നും അത് പാർട്ടി തീരുമാനിക്കുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കും. അതിൽ മുഖ്യമന്ത്രി തമാശ പറയേണ്ട. വി.എസും പിണറായും തമ്മിൽ പണ്ട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. തമാശകൾ തന്നെ കൊണ്ട് പറയിക്കരുതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ആശംസിച്ച സ്വാഗത പ്രാസംഗികനെ ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സ്വാഗത പ്രാസംഗികനായ ഡോക്ടർ ജി രാജ്മോഹൻ നടത്തിയ പരാമർശത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. അതേസമയം ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും മന്ത്രി മറുപടി പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നുണയുടെ ചീട്ടുകൊട്ടാരമാണ് മന്ത്രി പടുത്തുയർത്തിയത്, അത് തകരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര വകുപ്പിൽ ഒരു നിയന്ത്രണവുമില്ല. പോലീസിനെ എന്ത് വൃത്തികേടും ചെയ്യാമെന്ന അവസ്ഥയാണ്. പോലീസിനെ ഭ്രാന്ത് പിടിച്ചു. കുട്ടികളുമായി നിൽക്കുന്ന സ്ത്രീകളെ അടിക്കുന്നു. ലഹരി വ്യാപിക്കുന്നു. മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറി. കേരളത്തിൽ പേടിയോടെയാണ് ആളുകൾ ജീവിക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറി. ബോധവൽക്കരണം മാത്രം നടത്തിയിട്ട് കാര്യമില്ല. ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്. ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടിയാണെന്നും പട്ടികജാതി വിഭാഗം കുട്ടികൾക്ക് സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി റോഡിൽ ടോൾ വന്നാൽ ആളുകൾ അത് അടിച്ചു പൊളിക്കും. നികുതി പൈസ വെച്ച് റോഡ് പണിതിട്ട് വീണ്ടും ടോൾ വാങ്ങുന്നു. കിഫ്ബി സർക്കാരിനെ ബാധ്യതയാകുമെന്നും ബജറ്റിനെ ബാധ്യത ആകുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മലയോര തീരദേശത്തെ നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണല്ലോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ല ഇതെല്ലാം. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ്. പദ്ധതി ശരിക്കില്ല. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷം 2ാം ഗഡു കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു. 3ാം ഗഡു കൊടുത്തതിൻ്റെ തലേദിവസം ട്രഷറി പൂട്ടി. നിരവധി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു. മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ? അത് അസംബന്ധമാണ് പറയുന്നതെന്ന്. വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ അസംബന്ധമാകുന്ന? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കുന്നില്ല. എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി? മുൻഗണന എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നില്ല. അവരെങ്ങനെ പഠിക്കും? പലരും എങ്ങനെ പഠിക്കും? കുട്ടികൾ ഏതെങ്കിലും കാലത്ത് എങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാം വെട്ടിച്ചുരുക്കാണ്. പൈസ ഇല്ല. ഒരു നയാ പൈസ കയ്യിലില്ല. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പം കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ, ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകും. അപ്പോൾ തകർന്നില്ലേ കിഫ്ബി? ഇപ്പം കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവുക. നമ്മൾ കൊടുത്ത സെസ്സാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കണത്. പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ്, മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് 1/3 പണിതിരിക്കുന്നത്. 85,000 കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് 32,000 രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചറായിരിക്കുന്നത്. എന്നിട്ട് അതിന് നമ്മുടെ നിന്ന് വീണ്ടും ടോൾ മേടിക്കാൻ പോവാണ്. നിങ്ങളിത് ആളുകൾ അടിച്ചു പൊളിക്കും. കാരണം ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. ഇത് PWD വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്താണ്. ഇപ്പം PWDയുടെ വർക്ക് കിട്ടിയിട്ടില്ല. അത്രയും കുറവാണ് കിട്ടിയിരിക്കുന്ന PWD വർക്ക്. അതിന് മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ, നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്നത് എടുത്തിട്ട് റോഡ് പണിതിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ ടോൾ മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദകേടാ. മാത്രമല്ല ഈ ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന്. കിഫ്ബി ബാധ്യതയാവുമെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും, സർക്കാരിന് ബാധ്യതയാവും, ബജറ്റിന് ബാധ്യതയാവും. ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും. അത് ആർക്കും അറിയാൻ പാടില്ലാത്തത്. തീർച്ചയായിട്ടും തീരദേശത്തെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തും. അത് UDF യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട്.
യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് UDF. മലയോര ജാതിയും തീരദേശ ജാതിയും UDF തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അത് എന്നാണ് നടത്തേണ്ടത്, നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും UDF യോഗത്തിൽ തീരുമാനിക്കും.